കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന് എന്തായാലും പോകണം. ഞാൻ വീട്ടിൽ പോയി എല്ലാവരുമായിട്ട് ഏകദേശമൊക്കെ ഓക്കെ ആയി. എന്താ വെച്ചാൽ നമ്മളൊരു വീട്ടിൽ മരണം വരുമ്പോഴും ഇങ്ങനത്തെ സംഭവങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ ബന്ധങ്ങൾക്ക് നമ്മൾ ഇത് കൊടുക്കും അല്ലെ. നമുക്ക് അത്രയും നാളുണ്ടായതൊന്നും നമ്മൾ പിന്നെ മറന്നിട്ട് നമുക്ക് ജീവിതമാണ്, അത്രേ ഉള്ളൂ. എന്റെ അച്ഛനെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ വയ്യാത്തല്ല, ഞങ്ങൾ ഒരാൾ വരുമ്പോ അച്ഛനെ എടുത്തു പറയണതാണ് 98 വയസ്സായിട്ട് ഇത്രയും പണിയെടുക്കുന്ന ആളാണ്. അങ്ങനെ ഒടുവിൽ അവർ ഒന്നിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് ഉപ്പും മുളകും ലൈറ്റ് ഫാമിലിയും അവരുടെ മോളാണിത്, നന്ദൂസ് വ്ലോഗ്സ് നന്ദന, പുള്ളിക്കാരിയും തമ്മിൽ ഒരു ചെറിയ ഒളിച്ചോട്ടത്തിന്റെ പേരിൽ പിരിഞ്ഞു താമസിക്കുകയായിരുന്നു. ഇപ്പൊ അവർ വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ്. അല്ല, നിങ്ങൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് ഒന്നിക്കണമെങ്കിൽ ഞങ്ങളുടെ സ്വന്തക്കാരുടെ പുതിയ കല്യാണം കഴിച്ച ഹസ്ബൻഡിന്റെ സ്വന്തക്കാരുടെ ബന്ധുക്കാരുടെ ഒക്കെ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് പോകാൻ പറ്റും എന്നൊക്കെ അല്ലേ പറഞ്ഞിരുന്നേ. എന്നിട്ട് ഇപ്പൊ പോയി അവരെ കണ്ട് കെട്ടിപ്പിടിച്ച് കൊള്ളാം. ഉപ്പുമുളക് ലൈറ്റ് വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. താല്പര്യമുള്ളവരെല്ലാം കയറുകയോ ആദ്യമായിട്ട് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിന് സബ്സ്ക്രൈബ് ബട്ടനെ ജസ്റ്റ് ഒരു പ്ലക്കനെ അടിച്ചു വെക്കുക. അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ പെട്ടെന്ന് ഒരു 2-3 കമന്റ് അങ്ങ് ഇടുക. ലൈക്ക് അടിച്ചു വെക്കുക. കൂടുതലായിട്ട് ഇല്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഉപ്പും മുളകും ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഇതിനകത്ത് സംഭവം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം അറിയാത്തവർക്ക് വേണ്ടി ഇത് റീക്യാപ്പ് ഞാൻ പറയാം. ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അവിടെ ഒരു അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു. ആ അച്ഛൻ്റെ ഒരു മകൾ കല്യാണം ഉറപ്പിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ, കല്യാണം ഉറപ്പിച്ച അതേ ചെറുപ്പക്കാരൻ്റെ കൂടെ ചില പല പ്രത്യേക സാഹചര്യങ്ങളിൽ ഒളിച്ചോടേണ്ടതായി വന്നു. അതിനുശേഷം ഇവരെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ യൂട്യൂബ് ചാനലിലിരുന്ന് ഇവരിനെ കുറ്റം പറയും, ഇവർ യൂട്യൂബ് ചാനലിലിരുന്ന് തിരിച്ച് അവരിനുള്ള മറുപടി കൊടുക്കും. ഇവിടുന്ന് കുറ്റം പറയും, അവിടുന്ന് മറുപടി പറയും, അവിടുന്ന് മറുപടി പറയും, ഇവിടുന്ന് കുറ്റം പറയും. ഇങ്ങനെ ഒരു പ്രസ്ഥാനമാണ് കുറെ നാളുകൊണ്ട് പൊയ്ക്കൊണ്ടിരുന്നത്. അന്നുപോലെ നമ്മളെല്ലാം പറയുന്നുണ്ട് കുടുംബക്കാരെയും കുടുംബത്തേർക്കണം എന്തിനാണ് സോഷ്യൽ മീഡിയ വന്നിരിക്കുന്നത്, നാളെ നിങ്ങൾ ഒന്നാകുമ്പോഴത്തേനും നമ്മളെപ്പോലുള്ളവർ വീണ്ടും കയറുമെന്ന് അവരാധം പറയുന്നതൊക്കെ നമ്മളിവിടെ പറയുന്നുണ്ട്. ഇവർ കേട്ടില്ല. ഇവരെന്നേരം അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ അവര് ആ വീട്ടിലൊരു മരണം നടന്നു. അവരുടെ ചാച്ചന്റെ മരണം നടന്നപ്പോഴത്തേനും അവര് ആ വീട്ടിൽ പോയി കണ്ടു. അമ്മയെ അമ്മയെ കെട്ടിപ്പിടിച്ച സ്നേഹം പങ്കിട്ട് അവരെല്ലാം നല്ല രീതിയിൽ കോംപ്രമൈസ് ആയി. നല്ല കാര്യമാണ്. അവർ ഒന്നിക്കട്ടെ. നമുക്ക് ആദ്യം അവർക്ക് പറയാനുള്ള കേൾക്കാം. ശരിക്കല്ല വേണ്ട, ഞാൻ പറഞ്ഞിട്ടും പറഞ്ഞില്ല, ആർക്കും എന്ത് പറ്റിയാലും ഞാൻ പോകും. എന്നുവെച്ചാൽ അതൊക്കെ എന്റെ വീട്ടുകാരും കൂടിയാണ്. നമ്മള് എല്ലാവരുടെ ജീവിതത്തിലുള്ളതാണ് കുഞ്ഞു കുഞ്ഞു പിണക്കവും കാര്യങ്ങളൊക്കെ. അപ്പൊ എന്നെ ഞാൻ ഇതൊക്കെ പറയാൻ കാരണം വേറെ ഒന്നുമല്ല. എന്നോട് എല്ലാവരും പറഞ്ഞു നീ പോവില്ല, നീ അങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയരുത്. നമ്മൾ ചെയ്യണ കാര്യം അറിയാതെ അല്ലേ. ഇപ്പൊ അറിയാതെ നമ്മൾ പറഞ്ഞതാണ് കുറ്റം. അതായത് നിങ്ങൾ വന്ന് കൊണ്ടാക്കിയ സാധനങ്ങൾ, അതായത് ഞാൻ ഇനി അവര് പോത്തില്ല, ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞതിന് ഇപ്പൊ മാറ്റിയിട്ട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങള് വേറെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നിച്ചേക്കും, അപ്പോൾ നിങ്ങളെല്ലാം കണ്ടുവയ്ക്കുന്ന ഒരു പൊട്ടന്മാരാവും എന്നൊക്കെ ഞങ്ങൾ അന്നേ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇവർ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരിപ്പോൾ ചെയ്യുന്നൊരു പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇവർ അച്ഛനും അമ്മയായിട്ട് കൈകോർത്ത് ഒന്നിച്ചെല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കിയപ്പോൾ ഇത്രയും നാളത് പറഞ്ഞുകൊണ്ടിരുന്ന ഓഡിയൻസിനെ പിടിച്ച് പൊട്ടന്മാരാക്കുകയാണ്. അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളൊരു പ്രത്യേക സാഹചര്യത്തിൽ പോയി, അത് അപ്പൊ അച്ഛൻ അങ്ങനെ ചെയ്തു, അമ്മ ഇങ്ങനെ ചെയ്തു, കൊച്ചച്ഛൻ അങ്ങനെ ചെയ്തു, അത് ഇനി ഞങ്ങൾക്ക് പറ്റില്ല, നഹി എന്ന് പറഞ്ഞ നഹി, ഞങ്ങൾ അങ്ങോട്ട് പോത്തില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ അതെല്ലാം മാറ്റിയിട്ട് ഞങ്ങൾ അമ്മയും മക്കളും ഒക്കെയാണ്, ഞങ്ങൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നിച്ച് നിൽക്കണമല്ലോ, അതല്ലേ എന്റെ പരിപാടി. അന്നേ പറഞ്ഞില്ല ഞാൻ ഇങ്ങനൊരു അന്യനമ്പിയ വേർഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ച് നാളുകൾക്ക് മുമ്പേ ഇവരുടെ ഒരു വിവാഹം കഴിഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ ഈ പെൺകുട്ടി ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോയ സമയത്ത് ഈ പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യം, എല്ലാ ആൾക്കാർക്കും ഇവർ ഒന്നിക്കണം തന്നെയാണ് ആഗ്രഹം, നമുക്കും അങ്ങനെ തന്നെയാണ് ആഗ്രഹം. ആ സമയത്ത് ഈ പെൺകുട്ടിയോട് Q&Aയിൽ ചോദ്യം ചോദിച്ചു, അവരുമായിട്ട് വീണ്ടും ഒന്നിച്ചൂടെ, അച്ഛനമ്മയൊക്കെ പോയി കണ്ടൂടെ, അവർ പാവങ്ങളല്ലെന്ന് ചോദിച്ച പുള്ളിക്കാരി പറഞ്ഞ മറുപടി ഞാൻ കേൾപ്പിക്കാം. പറഞ്ഞല്ലോ കേട്ടോ. സോ രണ്ടുപേരുടെയും പിണക്കം മാറ്റി ഒരുമിക്കാൻ നോക്കണം. ഒരിക്കൽ പോലും കുഞ്ഞിന് അവരെ കാണണം എന്നോ അച്ഛൻ അമ്മ എന്ന് വിളിക്കണമെന്നോ തോന്നുന്നില്ലേ? മകളുടെ തെറ്റ് അവര് പൊറുക്കും. കുഞ്ഞിനും അച്ഛനും ആലോചിച്ച് തീരുമാനമെടുക്കട്ടോ. മകളുടെ തെറ്റ് തെറ്റാണോ ശരിയാണോ? ഞാൻ പറയാം. എനിക്ക് പറഞ്ഞിട്ട് ഞാൻ മറന്നിട്ട് സത്യം പറയാ. അച്ഛനമ്മയാണ്, എനിക്കും അവരുടെ ഇഷ്ടം തന്നെയാണല്ലോ. എനിക്ക് അവരോട് പ്രതീക്ഷത്തിന്റെ ആവശ്യമൊന്നുമില്ല. പ്രശ്നങ്ങൾ ഉണ്ടാവും അങ്ങനെ ഇങ്ങനെയൊക്കെ, അതൊക്കെ കുറച്ച് നാൾ കഴിയുമാകും. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്കും ഏട്ടനെ ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റിയ തീരുമാനമല്ല ഈ ഒരു കാര്യത്തില്. അപ്പൊ അവർക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുന്ന തീരുമാനം നഹിഹേ എന്നാണ് പറഞ്ഞത്. സ്വന്തം അപ്പനെ അമ്മയും കാണേണ്ട തീരുമാനം എടുക്കാനായിട്ട് സ്വന്തക്കാരും ബന്ധുക്കാരും കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ചേർന്ന് നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എഴുതി കൊടുത്ത് കരമടിച്ച് രസീത് കൂടെ കൊടുത്താലേ അന്ന് അമ്മ അച്ഛനെ പോയി കാണാൻ പറ്റത്തുള്ളായിരുന്നു. ആ വീട്ടിലൊരു മരണം നടന്നപ്പോൾ ഇതൊന്നും സീനില്ല, നമുക്ക് പോയി കാണുന്നതിന് എന്താ എത്ര കുഴപ്പം, ഒരു പ്രശ്നമില്ല എന്നാണ് അന്ന് പറഞ്ഞത്. ഇനി ഇത് തിരിച്ചും കേട്ടോ, ഈ അമ്മയച്ഛനും ഇതൊക്കെ തന്നെയായിരുന്നു. അമ്മയച്ഛനും അവക്ക് നമ്മളെ കാണാൻ വരാൻ പറ്റത്തില്ല. ഞാനാണെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും കാണണമെങ്കിൽ ഈ
ഈ എന്റെ കെട്ടിയവന്റെ അപ്പനോടും അമ്മയോടും ഞാൻ പോയി ചോദിക്കാതെ ഞാൻ പോകും. പിന്നെ എന്താണ് സ്വന്തക്കാരും എന്തൊക്കാരെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോൾഡ് വാർ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏതായാലും ഒന്നിച്ചല്ലോ, അത് കേട്ടാൽ മതി, എനിക്ക് നമുക്ക് ബാക്കി കേൾക്കാം. ഇങ്ങനത്തെ ഒരു സംഭവം വന്നിട്ട് നിക്കണം എന്ന് പറഞ്ഞിട്ട് ഇനി നമുക്ക് ഇടയ്ക്ക് പോകാനായി നമുക്ക് ഇനി വിഷമില്ല. പക്ഷെ നമ്മൾ ഇതൊക്കെ പറഞ്ഞ് തീർത്ത് പ്രശ്നങ്ങളൊക്കെ മാറിയപ്പോ സോൾവ് ആയി. എന്നാ ചേട്ടൻ അവിടെ വാശി പിടിച്ചിരുന്ന ഞാൻ തീർന്നു. എന്റെ വീട്ടുകാരായാലും വാശി പിടിച്ചിരുന്നു. ഈ നല്ലവനായ ഏട്ടൻ വാശിയൊന്നും പിടിച്ച് നിന്നില്ല കേട്ടോ. ഏട്ടൻ നല്ലവനാ. ഏട്ടൻ പറ. അല്ലെ വാശി പിടിക്കാൻ ചെല്ലണ ഞങ്ങളെ ഇവിടെ കയറരുത്, കാണരുത്, ഞങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, നീ വിളിച്ചോടി പോയതല്ലേ, ഞങ്ങളെ വിട്ടെറിഞ്ഞ് പോയതല്ലേ, അങ്ങനൊന്നല്ല. അവിടെ സംഭവിച്ച നേരെ ഓപ്പോസിറ്റ് ആണ്. ഞങ്ങളിപ്പോ രണ്ടു കൂട്ടരും വാശിയില്ലാതെ അങ്ങനെയൊന്നും അല്ല. നമ്മളവിടെ ചെന്ന് അവര് സ്വീകരിച്ച്, അവർക്കും പ്രശ്നമില്ല, നമുക്കും പ്രശ്നമില്ല. നീ പിന്നെ ആർക്കാ പ്രശ്നം? ഇതിനകത്ത് ആർക്കാണ്? പിന്നെ നമുക്കാ നമ്മൾ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലൊരു പ്രശ്നം നടക്കുമ്പോഴത്തേന് അത് സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചിടാനായിട്ട് മാക്സിമം ശ്രമിക്കാതിരിക്കുക. കാരണം അന്നേരത്തെ ദേഷ്യത്തിന് നമ്മളിതെല്ലാം വലിച്ചിടും. പിന്നീട് ഒരു സമയത്ത് നമ്മൾ സ്വന്തക്കാരും ബന്ധുക്കാരും കൂട്ടുകാരും നാട്ടുകാരും ഒക്കെയാണ്. നാളെ ഒരു സമയത്ത് നമ്മൾ വീണ്ടും ജോയിൻ ആകുമ്പോഴത്തേനും നമ്മൾ അന്ന് പറഞ്ഞിട്ട സാധനം ഞാൻ മുമ്പേ കാണിച്ചതുപോലെ കാലാകാലങ്ങൾ ഇതിനകത്ത് കിടക്കുകയും അത് വീണ്ടും നിങ്ങളെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സോഷ്യൽ മീഡിയയിലൂടെ ഈ കോൾഡ് വാർ നടത്തിയില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഒരു സീനും ഇല്ലാതെ പോയാൻ. ഇപ്പൊ എന്താ ആരും ഒന്നും അറിയത്തില്ലായിരുന്നു, എന്തങ്ങ് പോയനെ. നിങ്ങൾ ആദ്യം വന്ന് Q&A എന്നും പറഞ്ഞുകൊണ്ട് അവരെ കുറെ പറയുന്നു, അവര് വന്ന് Q&A എന്നും പറഞ്ഞിട്ട് നിങ്ങളെ കുറെ പറയുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പറച്ചിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള ഉച്ചകോടി ചർച്ച പോലെയാണ് നിങ്ങൾക്കിടയിലുള്ള വീഡിയോ Q&A പൊക്കോണ്ടിരുന്നത്. ഇപ്പോ അന്ന് നമുക്കറിയാം എന്തെങ്കിലും ഒരു കാലത്ത് ഒന്നാം. കാരണം അമ്മയും മക്കളുമാണ്. ഇവർക്ക് കാണുമ്പോഴത്തേനും സ്നേഹം പൊട്ടി വിരിയും, പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. ഇതെല്ലാം തേച്ച് മാറ്റി തൂത്ത് കളഞ്ഞ് എല്ലാം കോംപ്ലിമെന്റ്സ് ആക്കും. പക്ഷെ ഇത് നിങ്ങൾ ഈ പുറത്തേക്ക് വിടുമ്പോഴത്തേനും ഭയങ്കര സംഭവം. ഇതിപ്പോ ഇവര് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ, അന്ന് നമ്മൾ പിണങ്ങിയിരിക്കായിരുന്നു. അന്ന് നമ്മൾ കുറെ കുറ്റം പറഞ്ഞു. അന്ന് അവരങ്ങനെ ചെയ്തില്ലേ, അങ്ങനെ ചെയ്തില്ലേ, അത് നമുക്കിനി പറ്റത്തില്ല, നോ എന്ന് പറഞ്ഞാൽ നോ, ഈ സാധനമാണ് അവർ പറഞ്ഞു കിട്ടുന്നത്. ഇപ്പൊ ഇവർ നേരെ ബൾട്ടി അടിച്ചു. അത് അമ്മയും മക്കളാകുമ്പോൾ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നിരിക്കും. അത് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ നിൽക്കുന്നു, ഞാൻ അന്നേ പറഞ്ഞിട്ടുള്ളതല്ലേ. അത് നമ്മളെ വീട്ടുകാർ, അവർക്ക് ഉള്ളിൽ സ്നേഹം ഉണ്ടാവും. ഒരു മോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടോ സഹിക്കും ഒരു എന്നൊക്കെയാണ് ഇപ്പൊ ഇവര് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി സ്വാഭാവികമായിട്ടും ഇതിനും അവര് ഒന്ന് വീഡിയോ ഇടും, ഉപ്പും മുളകും ലൈറ്റ് ഒന്ന് വീഡിയോ ഇടും. അങ്ങനെയാണ് ഇവരുടെ ഒരു പാറ്റേൺ പോകുന്നത്. അത് ഇവരിടും, പിന്നെ അവരിടും, പിന്നെ ഇവരിടും, പിന്നെ അവരിടും, പിന്നെ ഇവരിടും, പിന്നെ അവരിടും. ഇനി അവരുടെ വീഡിയോകൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇവരുടെ ബാക്കിയാണ്. ഇപ്പൊ മോനെന്നാണ് എല്ലാരും അവിടെ ഉള്ളവരെല്ലാരും മാത്രല്ല എല്ലാരും. ഇപ്പൊ ഷെബിനാണെങ്കിലും ശരി, കുഞ്ഞാണെങ്കിലും ശരി, പിള്ളേരാണെങ്കിലും ശരി, പിള്ളേരാണ് ഫസ്റ്റ് എന്റെ അടുത്തേക്ക് ഓടി വന്നത്. അപ്പൊ അങ്ങനെ കാണുമ്പോൾ ഞാനൊരു ക്രൂരൻ. സത്യം പറഞ്ഞാൽ ഞാൻ പഠിച്ചിട്ടില്ല, ജീവിതത്തിൽ അങ്ങനെ പഠിച്ചിട്ടില്ല. എന്നെ ഒരാൾ വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് കൊടുക്കണെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ തീർന്ന്. അല്ലാണ്ട് തട്ടി മാറ്റിയിട്ട് നീ പൊക്കോ, ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും, നിന്നെ ഇവിടെ ആക്കിത്തരാം. കുഞ്ഞിനെ എനിക്ക് വേണമെങ്കിൽ കുഞ്ഞിനെ അവിടെ ഇട്ടിട്ട് പോരാം. എന്റെ ഒരു ഇതിൽ കുഞ്ഞിനെ ആക്കാൻ ഞാൻ കൂടെ പോരാ. എനിക്ക് ആരെ മൈൻഡ് ചെയ്യണം? ഇതിനകത്ത് ഈ പുള്ളി പറയുന്നതിനകത്തൊരു പോയിന്റ് ഉണ്ട് കേട്ടോ. ഈ ഹസ്ബൻഡായിട്ട് നിൽക്കുന്ന ഇയാള് പോകണ്ട എന്ന് പറഞ്ഞാൽ അത് ആ പെൺകുട്ടി വിലവെക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതേസമയം ഇങ്ങനെ പ്രശ്നം വന്നപ്പോഴത്തേനും പുള്ളിക്കാരൻ അത് പോകാൻ അനുവദിക്കുകയും പുള്ളിക്കാരൻ കൂടെ പോവുകയും അവരോട്ട് സഹകരിക്കുകയൊക്കെ ചെയ്ത് നല്ല കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതിലെ കുടുംബം തമ്മിലുള്ള പ്രശ്നം തീർന്നതിൽ പുള്ളിക്കാരൻ ഒരു വലിയ പങ്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്നായിട്ട് മുന്നോട്ട് പോട്ടെ. അടുപ്പിക്കാനല്ലേ നോക്കേണ്ടതോ? ഞങ്ങളാണോ അകറ്റാൻ നോക്കിയേ? നിങ്ങൾ തന്നെയല്ലേ കെട്ടി നോർത്ത് പോളും സൗത്ത് പോളും കാന്തം വെച്ച് റിപ്പൽ ചെയ്ത് വിട്ടത്. നമ്മളാണോ അടുപ്പിക്കാഞ്ഞ്? ഇപ്പൊ പറഞ്ഞൊരു പ്രശ്നമാണ്, അടുപ്പിക്കാനല്ലേ നമ്മൾ നോക്കണ്ടേ? അല്ലേ? ഇതൊക്കെയല്ലേ തുടക്കം മുതൽ നമ്മളൊക്കെ വന്ന് പറഞ്ഞോണ്ടിരുന്നേ. അപ്പൊ ഇതിനെതിരെ സംസാരിച്ചവർക്കൊക്കെ എതിരെ തിരിഞ്ഞ് എന്തൊക്കെയാണ് ഇങ്ങനെ പറയലും പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ടാവും. നമുക്കും അറിയണോ? എന്റെ അറിവിൽ തന്നെ ഒരുപാട് പേരുണ്ട്. എന്റെ കൂടെ നിന്ന കൂട്ടരന്മാരിലും കുറെ അവന്മാർ കാണുന്നുണ്ടാവും. അവര് പറയും, എന്നാൽ 2 ദിവസം മുന്നേ വിളിച്ച് സംസാരിച്ചോളൂ. അവരും പറഞ്ഞു, എടാ നിന്റെ ഒന്നും പ്രശ്നങ്ങളല്ല. അപ്പൊ ഞാനൊക്കെ വിളിച്ചോണ്ടുവന്ന പ്രശ്നങ്ങളോ? എന്റെ പൊന്നളിയ, എന്റെയൊക്കെ പ്രശ്നങ്ങൾ അറിഞ്ഞുണ്ടല്ലോ, അളിയൻ കയറി തൂങ്ങും. അമ്മാതിരി പ്രശ്നങ്ങളാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. പല ആൾക്കാർ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ പോകുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുന്നു, ആ പ്രശ്നത്തിനെ പരിഹരിക്കുന്നു അല്ല നമ്മുടെ പ്രശ്നം. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേനും ആ പ്രശ്നത്തിനെ ആസ്പദമാക്കിയിട്ട് നമ്മളിത് സോഷ്യൽ മീഡിയയിലിട്ട് അവർക്കിടയിലേക്ക് ഒരു ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കുറെ ഹെയ്റ്റ് സ്പ്രെഡ് ആകും. നിങ്ങളുടെ കുടുംബത്തിനെ മൊത്തത്തിൽ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയെക്കുറിച്ച് മാത്രമേ നമ്മൾ മോശം പറഞ്ഞിട്ടുള്ളൂ. പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഉടായ്പാണെന്നാണ് അതിൻ്റെ അർത്ഥം. പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ആ സാധനം സോഷ്യൽ മീഡിയയിലേക്ക് പരമാവധി വലിച്ചിടാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കുക.
വലിച്ചിടുകയാണെങ്കിൽ ഇത് ലൈറ്റർ വെർഷനായിട്ട് ഇതാക്കുക. അതിനുശേഷം ഒരു സമയത്ത് നിങ്ങൾ ഒന്നിച്ച് കഴിയുമ്പോഴത്തേനും നിങ്ങൾ ഇട്ട സാധനത്തെ കുത്തി പലരും പലതും പറയും. ഇപ്പൊ വരും ഫോർച്യൂണർ, ഇത് ഫോർച്യൂണർ പരിപാടി തന്നെ എന്ന് പറഞ്ഞൊരു സാധനം വരും, കണ്ടോണം. എന്തെങ്കിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് കയ്യേറ്റം വരെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അന്ന് പറ്റി ചിലപ്പോ എന്തെങ്കിലും അന്നത്തെ കുറച്ച് പ്രശ്നങ്ങളിൽ നമ്മൾ ചെയ്തതില് നമുക്ക് ജീവിതകാലം മുഴുവൻ നമ്മുടെ വീട്ടുകാരകത്തി നിർത്താൻ പറ്റുമോ? ഇനിയിപ്പോ നമ്മളായാലും പറഞ്ഞു ജീവിതകാലം മൊത്തം വീട്ടുകാരെ അകറ്റി നിർത്താൻ. ഇത് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ പ്രശ്നം, നിങ്ങൾ തന്നെ എടുത്ത തീരുമാനം, നിങ്ങൾ തന്നെ അകന്നു, നിങ്ങൾ തന്നെ എടുത്ത്, ഇതെല്ലാം നിങ്ങളുടെ തീരുമാനം. നമ്മൾ ഇവർക്ക് കുച്ച് നഹി ബന്ധം ഹേ ജീവിതത്തിലല്ലേ. നമുക്ക് ആർക്കായാലും കുറച്ച് ആൾക്കാർ നമ്മുടെ കൂടുതലപ്പോ അതൊരു ബലാണ്. നമ്മൾ ഒറ്റ കാര്യം ചിന്തിച്ചു, ഇവര് രാത്രി ഉറങ്ങിക്കിടന്നപ്പോഴത്തേനും തല രാപ്പിൾ വന്ന് വീണ്. അപ്പോഴാണ് പെട്ടെന്ന് ബോധോദയുണ്ട്, നമ്മുടെ കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലേ നമ്മൾ സെറ്റ് ആവത്തുള്ളൂ. അതെന്റെ അച്ഛനും അമ്മയല്ലേ, അതെന്റെ അമ്മായിയമ്മയും അമ്മായിച്ചനും അല്ലേ, അവരുമായിട്ട് നമ്മൾ യോജിക്കണ്ടേ? ഈ ഭാഗയൊക്കെ വെച്ചുകൊണ്ടിരുന്നിട്ട് ഈ ഒരു ചിന്ത ഉണ്ടാകാൻ ഇവർ ഉറങ്ങിക്കിടന്നപ്പോഴത്തേനും അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിന്റെ കീഴ് വന്നപ്പോഴത്തേനും തലയിലോട്ട് ഒരു ആപ്പിൾ വന്ന് നിന്നപ്പോൾ മേളിൽ ഇങ്ങനെ ഒരു ലൈറ്റ് കത്തി. മനസ്സിലായോ? ഇത്രയും നാൾ ഇവർക്ക് ഇതൊന്നും അറിയത്തില്ലായിരുന്നു. ഇവർക്ക് ഇത്രയും നാളും ഞങ്ങൾ പോകത്തില്ല, ഞങ്ങൾ പോകണമെങ്കിൽ ഞങ്ങളുടെ സ്വന്തക്കാരൊക്കെ ഇനി തീരുമാനം എടുക്കണം, ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല, അങ്ങനെയൊക്കെയായിരുന്നു ചിന്തിക്കാൻ. ഇപ്പൊ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇപ്പൊ ഞാൻ ഒരു പെൺകുട്ടിയാണ് വീട്ടില്, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കുറെ നാളെ ആർക്കാരും ഇപ്പൊ എന്റെ അച്ഛനമ്മയ്ക്കാണെങ്കിലും അത് അനുഭവിക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. ഓട്ടോമാറ്റിക്കായി മക്കളെ കാണാൻ തോന്നും, അത് ഉറപ്പുള്ള കേസ് തന്നെയാണ്. അത് ഞാൻ കണ്ട കാഴ്ചയാണ്. ഞാൻ ആദ്യമായിട്ടുണ്ട് ഇങ്ങനെ ഒരു വീട്ടിലേക്ക് ഇങ്ങനെ കുഞ്ഞിനെ കൊണ്ടുവരും, അവിടെ കുഞ്ഞിനെ എല്ലാവരും കൂടെ വന്നിട്ട് കെട്ടിപ്പിടിക്കും. ഈ ബോധമൊന്നും ഇവർക്ക് നേരത്തെ ഇല്ലായിരുന്നു കേട്ടോ. ഈ സിറ്റുവേഷനിൽ ഞാനായിരുന്നെങ്കിൽ, ഞാനാണ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നത്, ഇതൊന്നും അന്നില്ലായിരുന്നു. അന്ന് നമ്മുടെ കണ്ണ് മറ്റേ ബ്ലൈൻഡ് ആയിരുന്നു, നമുക്ക് ഈ ചിന്തകളൊന്നും പോയില്ല. ഇന്നാണ് ഇപ്പൊ നമ്മൾക്ക് കാഴ്ച ചെറുതായിട്ട് വന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് തുടങ്ങിയത്. ഇനിയിപ്പോ ഇവരുടെ അപ്പനും അമ്മയും വന്നു, ഉപ്പും മുളകും ലൈറ്റ് വന്നിട്ട് എന്തിനു പറയുമെന്ന് അറിയത്തില്ല. നമുക്കതിന് വേണ്ടി ഐ ആം വെയിറ്റിംഗ് ടു നോക്കാം. ഏതായാലും ഇവർ തമ്മിൽ യോജിച്ച് നല്ല കാര്യമാണ്, നന്നായിട്ടിരിക്കട്ടെ. നമുക്ക് ആർക്കും ഇവർ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല. എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആയി സുന്ദരമായിട്ട് മുമ്പോട്ട് പോട്ടെ. ഇനിയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുക, ഉണ്ടാകുന്നെങ്കിൽ ഇമാതിരി സോഷ്യൽ മീഡിയയിൽ വന്ന് ഉണ്ടാക്കാതിരിക്കുക എന്നുള്ള എൻ്റെ ഒരു ചെറിയ അഭ്യർത്ഥന ഇവിടെ വെച്ചുകൊണ്ട് നമ്മൾ വീഡിയോ നിർത്തുന്നു. മറ്റൊരു ബൈ.